പിടിച്ചോളൂ. ഇതാ നിങ്ങളുടെ ടാക്സ്. പിന്നെ ഇത് നിങ്ങൾക്ക് വേണ്ടി. ഇരിക്ക്. വേണ്ട. എല്ലാ മൃഗങ്ങളെയും മെരുക്കണമെങ്കിൽ മനുഷ്യനാകണം വെള്ളക്കാരാ നിങ്ങൾ. നോക്കൂ സാഹുബായ്, ഇന്നീ മനു കാരണം വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ അങ്ങനെ പറയരുത് അജി സാഹിബ്. കണ്ടില്ലേ നമ്മുടെ മനു ആ വെള്ളക്കാരനൊരു പാഠം പഠിപ്പിച്ചു. താങ്കൾ കണ്ടതല്ലേ ആ വെള്ളക്കാരൻ കുതിരയെ അടിച്ചത് എങ്ങനെയാണെന്ന്? നമ്മുടെ മനു കുതിരയെ വശത്താക്കിയതിനു ശേഷം അയാള് പോയപ്പോൾ ആ വടി ഉപേക്ഷിച്ചിട്ടാണ് പോയത്. അതെ സാഹുബായ്, നിനക്ക് വെള്ളക്കാരെ അറിയില്ല. ഇവര് കാണിക്കുന്നതൊന്ന്, സ്വഭാവം മറ്റൊന്നുമാണ്. നീ നോക്കിക്കോ. മനു, ഇവിടേക്ക് വരൂ. ഇവിടെ വരൂ. നീ എന്താ പറഞ്ഞത് വെള്ളക്കാരനോട്? എന്തു പറഞ്ഞുവോ അത് തീർത്തും ശരിയാണ്. പക്ഷെ അങ്ങ് ചെയ്തത് ശരിയല്ല മുത്തശ്ശ. എന്തായി പറയുന്നത് ശ്രീമത് സർക്കാരിനോട്? എന്തിനാ പൈസ കൊടുത്തത്? എന്ത് കാര്യത്തിനുള്ള ടാക്സ്? ഭൂമി നമ്മുടേത്, ദേശവും നമ്മുടേത്. എല്ലാം നമ്മുടേത് തന്നെ. പക്ഷെ പരസ്പരമുള്ള മത്സരം കാരണം ഈ ദേശത്തെ നമ്മുടേതല്ലാതാക്കി മാറ്റി. എല്ലാം ഇവിടെ തന്നെയുണ്ട്. എന്താ മുത്തശ്ശ, നമ്മൾ ഹിന്ദുസ്ഥാനികൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ലേ? എന്തുകൊണ്ട്? തീർച്ചയായും കഴിയും. എല്ലാ ഹിന്ദുസ്ഥാനികളും നിന്നെപ്പോലെ ചിന്തിക്കുകയാണെങ്കിൽ ഈ ദേശം മുഴുവൻ ഒരേ ഒരു വാക്ക് മുഴങ്ങി കേൾക്കാം. ഹിന്ദുസ്ഥാൻ എന്ന വാക്ക്. മതി. ഒരുപാടായി മിസ്റ്റർ ഫ്രീസർ. എനിക്കിപ്പോൾ തോന്നുന്നു താങ്കൾ എന്നെ വെറുതെ കളിപ്പിക്കുകയാണെന്ന്. നോ 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 യുവർ ഹൈനസ്, നമ്മൾ ഈ വിഷയത്തിൽ വളരെ സീരിയസ് ആണ്. താങ്കൾക്കറിയാമല്ലോ ഝാൻസിക്ക് അവകാശം ഉന്നയിക്കുന്നതിൽ എത്ര പേരുണ്ടെന്ന. എന്തായിരുന്നു അയാളുടെ പേര്? മറന്നുപോയി. മിസ്റ്റർ അലി ബഹാദൂർ സർ. യാ അലി ബഹാദൂർ. അതുകൂടാതെ ആൻഡ് വൺ മോർ, ദാറ്റ് ഡേഞ്ചർ ലേഡി സക്കുബായ്. ഇവരൊക്കെ എന്റെ പുറകെ നടന്നിട്ടും ഝാൻസി രാജാവാക്കിയത് താങ്കളെ. വെറും പേരിന് മാത്രമുള്ള രാജാവ്. കൈയും കാലും കെട്ടിയിരിക്കുകയല്ലേ താങ്കൾ? ഒരു നിർദ്ദേശവും കൊടുക്കാൻ സാധിക്കില്ല, ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കില്ല. എല്ലാ അധികാരവും താങ്കളുടെ അടുത്തല്ലുള്ളത്. എന്നിനി ആ ദിവസം വരുമെന്നറിയില്ല. നമ്മൾ തിരികെ സൈൻ ചെയ്ത് മുഴുവൻ അധികാരവും നമുക്ക് കിട്ടുന്ന ദിവസം. പ്ലീസ് ബി പേഷ്യന്റ് യുവർ ഹൈനസ്. ഝാൻസി നമുക്ക് ഇമ്പോർട്ടന്റ് വിഷയമാണ്. കമ്പനി ഏതെങ്കിലും പ്ലേസ് ഏറ്റെടുത്താൽ അതിന്റെ എല്ലാ പവറും ഞങ്ങളുടെ കൈകളിലായിരിക്കും. പക്ഷെ താങ്കളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. തീർച്ചയായും റെസിഡന്റ് ഹോണറബിൾ സ്വൈമൻ എസ്പെഷ്യലി ഈ ജോലിക്കായി ലക്നൌവിൽ നിന്നും വരികയാണ്. അദ്ദേഹം വന്നാൽ ഉടൻ തന്നെ ട്രീറ്റ് സൈൻ ചെയ്യേണ്ടി വരും. ശരി മിസ്റ്റർ ഫ്രീസർ, ഞാൻ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കാം. അതിനുശേഷം വേറെ നിർവാഹമില്ലെങ്കിൽ മിസ്റ്റർ ഫോർഡ് വില്യവുമായി എനിക്ക് സംസാരിക്കേണ്ടി വരും. വിശ്വസിച്ചാലും അതിനുള്ള അവസരമുണ്ടാക്കില്ല. വെൽ സർ, ഇനി ഇയാൾ വളരെ ദേഷ്യത്തിലായിരുന്നു. I don't care. You political agents of ഝാൻസി. എന്നിട്ട് നിങ്ങൾക്ക് ഈ പപ്പറ്റിനെ തളയ്ക്കാനായില്ലേ? യെസ്, അയാൾക്ക് ചില ദൗർബല്യങ്ങളുണ്ട്.
മ്യൂസിക്, ഡാൻസിംഗ്, ഡ്രാമ, വുമൻ. ഹുസൂർ, നൃത്തം അവസാനിച്ചു. ആരാണിവൾ? മോത്തിബായി ആണ്. ഈ മുത്തിനെ നമ്മുടെ മാലയിൽ കോർത്തെടുക്കണം. ഇതിനെ കൊണ്ട് തോറ്റു. ഉറങ്ങാനും സമ്മതിക്കില്ല. മോളെ, എഴുന്നേൽക്കു മോളെ. എന്താ? ഞാൻ നിന്റെ ദൃഷ്ടിദോഷം മാറ്റാൻ വേണ്ടി വന്നതാ. ആരുടെയൊക്കെ ദൃഷ്ടിന്ന് രക്ഷിക്കുന്നായി പറയുന്നേ? നിനക്കറിയില്ല രാത്രിയിൽ നീ എത്ര മനോഹരമായിട്ടാ നൃത്തം ചെയ്തതെന്ന്. അല്ലാഹുവിനെ ഓർത്ത് മുളക് കൊണ്ട് ഒഴിയരുതെന്നെ. മുളകല്ല, ചീനക്കാരമാണ് കൊണ്ടുവന്നിരിക്കുന്നത്.
ഇതുകൊണ്ട് പെട്ടെന്നറിയാൻ സാധിക്കും ആരുടെ ദൃഷ്ടിയാണ് പതിച്ചിരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഏതോ പുരുഷന്റെ മുഖമാണ് കാണുന്നത്. ഒരു താടിക്കാരനെ പോലെ തോന്നുന്നു. ഹായ് അല്ലാ, ഏതോ താടിക്കാരനാണ് വന്നിരിക്കുന്നത്. ആ, ആരാ അത്? ബീഗം ജാൻ, അയാൾ പറയുകയാണ് അയാൾ ഝാൻസിയിലെ രാജാവിന്റെ ദൂതനാണെന്ന്. മാത്രമല്ല, ഝാൻസിയിലെ രാജാവ് സമ്മാനവും കൊടുത്തു വിട്ടിട്ടുണ്ട്. സമ്മാനോ? ആയുഷ്മാൻ ഭവ. ഹരി ഓം 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 ഹരി. വരൂ വരൂ വരൂ. ഹരി ഓം 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 ഹരി ഓം. താങ്കൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ്. താങ്കൾ പറയൂ, വന്നതിന്റെ കാര്യം എന്താ? താത്യ ദീക്ഷിത്, ഇപ്പൊ ഒരാൾ ഇവിടുന്ന് പുറത്തേക്ക് പോയില്ലേ? അദ്ദേഹം തന്റെ മകളുടെ ജാതകം ഇവിടെ ഏൽപ്പിച്ചിരിക്കുക. ഞാൻ അദ്ദേഹത്തിനോട് ഇത് തന്നെ പറഞ്ഞു. രാഹുവിന്റെ മഹാദശയുടെ അവസാന ഭാഗമാണ്, അതിനാൽ 2 ദിവസം കഴിഞ്ഞ് ജാതകത്തെ കുറിച്ച് പറയുകയുള്ളൂ എന്ന്. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ജാതകം വെറും ഒരു സാധാരണ വ്യക്തിയുടേതല്ല. ഝാൻസിയിലെ രാജാവ് ഗംഗാധർ റാവുവിൻ്റെതാണ്. നാം 2 ദിവസം തീർച്ചയായും കാത്തിരിക്കാം. എന്തുകൊണ്ടെന്നാൽ ഗ്രഹങ്ങൾ ചേർക്കുന്നത് താങ്കളെക്കാളും ഉത്തമമായി ആരും ചെയ്യില്ല ശാസ്ത്രികളെ. ചേച്ചി അറിയാമോ, ഇന്ദു ചേച്ചി ഭർത്താവിനെ എന്ത് പറഞ്ഞാ വിളിക്കാൻ പോകുന്നേന്ന്? ശ്യാംറാവ് അല്ല, ഭർത്താവിന്റെ പേര് വിളിക്കുന്നത് പാപമാണ്. മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ എന്ത് വിളിക്കുമെന്ന്? ചേച്ചി കേൾക്കുന്നുണ്ടോ? പോവിടുന്നു. ഇത് കേട്ടോ മനു, നിന്റെ ഈ കുതിരയോട്ടവും അമ്പയത്തും ഒക്കെ കഴിഞ്ഞിരിക്കുക. എന്തുകൊണ്ട്? കാരണം ഇന്ദുവിന്റെ വിവാഹശേഷം നിന്റെ വിവാഹം നടക്കുമല്ലോ. ഞാൻ അങ്ങനെയുള്ള സ്ഥലത്ത് വിവാഹം കഴിച്ചു പോയില്ല. എവിടെയാണോ കുതിരയോട്ടവും അമ്പയത്തും ഇല്ലാത്തത് അവിടേക്ക്. മടക്കി തന്നുവെന്നോ? എന്തു പറഞ്ഞു അവർ? ഒരു രാജാവിന് തന്റെ സമ്പത്തും ശക്തിയും ഉപയോഗിച്ച് മോത്തിബായി എന്ന എന്നെ വാങ്ങാനാകുമായിരിക്കും, എന്നെ തട്ടിയെടുക്കാനാകുമായിരിക്കും. പക്ഷെ മോത്തിബായി എന്ന ഞാൻ ആരുടെയും അടിമയല്ല. അദ്ദേഹത്തിന് എന്നെ കാണണമെങ്കിൽ അദ്ദേഹം സ്വയം ഇവിടേക്ക് വരേണ്ടതാണ്. കണ്ണും നട്ട് കാത്തിരിക്കും ഈ മോത്തിബായി. നിങ്ങൾ എന്റെ മഹാരാജാവിനെ കൂടുതൽ ദേഷ്യപ്പെടുത്താൻ ശ്രമിക്കരുത്. ക്ഷമിക്കണം ഹുസൂർ, മോത്തിബായി തന്റെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുകയാണ്. ഉണ്ടാവണമല്ലോ.
പക്ഷേ നമുക്കൊരു കാര്യത്തിലെ ദുഃഖമുള്ളൂ, മറ്റുള്ളവർ കാണുന്നത് പോലെ തന്നെയാണ് അവരും നമ്മെ കരുതിയത്. വിട്ടേക്ക് ഹുസൂർ. ഇത്തരത്തിലുള്ള എത്രയോ സ്ത്രീകൾ. അതല്ല ഖുദാബക്ഷ്, ഇവൾ വ്യത്യസ്തയാണ്. ഇന്നലെ തന്നെ എല്ലാവരുടെയും കണ്ണുകൾ മോത്തിബായിലായിരുന്നു. പക്ഷെ നാം അവളിൽ ശോഭിക്കുന്ന സാക്ഷാൽ സരസ്വതി ദേവിയാണ് കണ്ടത്. സുബ്ഹാനല്ലാഹ്. സമ്മാനം തിരികെ നൽകിയിട്ടും അവളെ താങ്കൾ പ്രശംസിക്കുകയാണല്ലോ. അവർ ഝാൻസിയിലെ രാജാവിന്റെ ഉപഹാരം തിരസ്കരിക്കുകയാണ് ഉണ്ടായത്. ക്ഷമിച്ചാലും ഹുസൂർ, ഇത് അപരാധമാണ്. നിനക്ക് പോകാം ഖുദാബഷ്. ശരി ഹുസൂർ. ചേതൻ, രാഹുവിനെയും കേതുവിനെയും പോയിട്ട് എല്ലാ ഗ്രഹങ്ങളും തേജസ്വിയാണ്. ഗുരുദേവ, ഈ ജാതകം കൂടി നോക്കിയാലും. ഇത് ആരുടെ ജാതകമാണ്? ബിട്ടൂറിലെ മോറോപ്പന്തിന്റെ മകളുടേതാണ്. രാജാവിനെക്കാളും വരുമോ ജോലിക്കാരൻ? ഈ മോറോപ്പന്ത് പൂനെയിൽ നിന്നും പുറത്താക്കപ്പെട്ട ബാജിറാവു പേഷയുടെ ഒരു സാധാരണ ജോലിക്കാരനാണ്. പ്രണാമം ശാസ്ത്രികളെ. പ്രണാമം. വരൂ വരൂ ദീക്ഷിത്, വരൂ. പറയൂ ശാസ്ത്രികളെ, നാം സമയത്തിന് എത്തിയല്ലോ അല്ലേ? അതെ ദീക്ഷിത്, താങ്കൾ സമയത്ത് തന്നെ എത്തിയിരിക്കുന്നു. ഈ സേവകൻ മഹാരാജാവിന്റെ ജാതകം സസൂക്ഷ്മം നോക്കി. മഹാരാജാവിന്റെ ജാതകത്തിൽ 7ാം ഭാവമാണ്. ബുധന്റെയും ശുക്രന്റെയും സ്ഥാനത്തിനൊപ്പം ശനിയും യൗവനാവസ്ഥയിൽ ശോഭിക്കുകയാണ്. ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ ചേർന്ന ജാതകം കാണാൻ പോലും സാധിക്കില്ല. ശ്രീമാൻ നീലകണ്ഠ ശാസ്ത്രികളെ, നമുക്ക് അങ്ങ് മാത്രമാണ് ആശ്രയം. അതെ ദീക്ഷിത്, ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ ഒരേ ഒരു പരിഹാരം മാത്രമേ കാണുന്നുള്ളൂ. പറയൂ ശാസ്ത്രികളെ. ബിധൂറിലെ പ്രസിദ്ധ പണ്ഡിതനായ വാദരായന്റെ പുത്രി, കന്യകയുടെ പേര് എനിക്ക് തോന്നുന്നു വൈശാലി. വൈശാലി?